ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെനാസ് മാജിക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചായക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോയാബീൻ ഫ്രൈ. അതിനായിട്ട് സോയാബീൻ ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുത്ത് വെള്ളമില്ലാതെ ഒന്ന് മാറ്റി വെച്ചേക്കാം. ചൂടാറിയതിന് ശേഷം അതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് എരിവിനനുസരിച്ച് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, മസാലപ്പൊടിയും ചേർത്തിട്ട് ഉപ്പ് കുറവാണോ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റോളം അങ്ങനെ ഇരിക്കട്ടെ, ഒന്ന് കുഴച്ചെടുത്ത് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കുറച്ചായിട്ട് എടുത്തിട്ട് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നമ്മളിവിടെ തീ കുറച്ചിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് തീയിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേവില്ല. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് നമുക്കൊന്ന് എല്ലാം ഒന്ന് കുറച്ചായിട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് വേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാം കൂടി വറുത്തെടുത്ത് മാറ്റിയതിന് ശേഷം ആ എണ്ണയിൽ തന്നെ കുറച്ച് വേപ്പിലയും മുളകും കൂടി ഇട്ടിട്ട് നമ്മൾ വറുത്തെടുക്കാം. എണ്ണയില്ലാതെ അതും കൂടി കോരിയെടുത്തിട്ട് നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള സോയാബീനിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് കഴിക്കാവുന്നതാട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, ചായക്കൊക്കെ കഴിക്കാം. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് കറിയായിട്ടും എടുക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് സവാളയും മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ടിട്ടൊന്ന് വഴച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള ഇതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇത് കറിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് കുഴമ്പ് രൂപത്തിൽ എടുക്കുകയാണെങ്കിൽ കറിയായിട്ടും നമുക്കിത് കഴിക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.